I don't want to stuck here. Oh my gosh. I don't want to stuck here. Oh, we stuck. Yeah, give me a hand. The best. Sorry. Oh my god. അങ്ങനെ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് നമ്മൾ ആ ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മൾ ടിപ്സി ട്യൂബിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പയ്യൽ. യെസ്, ഞാൻ ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ മൊബൈലോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ ഈ ക്യാമറ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് പൈസ, എന്തെങ്കിലും ഡ്രിങ്ക്സോ ബിയറോ എല്ലാം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ മാത്രമാണ് ഇതിനകത്തുള്ളത്. പൈസയും പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട് ക്യാമറയുടെ. ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ടിപ്സി ട്യൂബിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പയ്യിലെ ദ മോസ്റ്റ് ഫേമസ് ടിപ്സി ട്യൂബിങ് ടെക് ട്രാവലിറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. Hi. Good morning. Can you keep the key here? I'll get it later. I'm going for the tipsy tubing. So I'll get it later. So you can clean the room also. Thank you. Bye bye. ഇതാണ് ടിപ്സി ട്യൂബിങ്ങിൻ്റെ ടിക്കറ്റ്. ഇത് 12:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. പൈ ഒതൻറ്റിക് ട്രാവൽ എന്ന് പറഞ്ഞ ടൂർ കമ്പനിയാണ് ഇവിടെ ഈ ടിപ്സി ട്യൂബിങ് നടത്തുന്നത്. ഇവരാണ് ആക്ച്വലി ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വേറൊരു ടീമും കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവരാണ് ബെസ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ഫോർ ദാറ്റ്. ഒരു ഷോർട്ട്സ്, ചെരുപ്പ്, പിന്നെ ഈ ഷർട്ട് ഊരി മാറ്റാം. ഷർട്ടായിട്ടിടത്തില്ല, എല്ലാവരും ബിക്കിനിയിലായിരിക്കും മിക്കവാറും. ഇന്ന് ഫുള്ള് വെള്ളത്തിൽ കിടക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ്, പൈ ഒതൻറ്റിക് ട്രാവൽ. ഒരു 12:30 ഇവിടെ വരണം എന്ന് പറഞ്ഞാണ്. ഇതാണ് ടിപ്സി ട്യൂബിങ്. നമ്മുടെ ടിക്കറ്റ് ഇവിടെ കൊടുത്തു. കുറേ ആൾക്കാരുണ്ട് പോകാനായിട്ട്. റെഡി? യെസ്, ഇത് പൊളിക്കും. ഇന്ന് വേറെ ലെവലായിരിക്കും എല്ലാം മൊത്തത്തിൽ. ഓക്കെ, ഓ ഐഡൻറ്റിഫിക്കേഷൻ. ഓ ദാറ്റ്സ് നൈസ്. വാട്ട് ഇഫ് ഐ ലോസ് ദിസ്? If you lost, okay. Okay. I remember you. Okay. Okay. Oh, I think we have to go straight and right. There's the taxi. Oh, should we go there? Yeah, I guess so. Should we go? എവിടെയാണ് ടാക്സി? ബൈക്കിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ബൈക്ക് വെക്കാനുള്ള സൗകര്യങ്ങളും മറ്റൊക്കെ ഉണ്ട്. മോനെ ഇത് പൊളിച്ച് അത് കണ്ട നോക്ക്. Don't go guys. അടിപൊളി. Yes. Wow. Oh my god. How was it? Oh. Okay. ഇത് അടിപൊളി. ഇത് വിളിച്ച് ഇതെന്ത് സ്മൺ ഓഫ് വോട്ട് കൊണ്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, എല്ലാവരും അടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാവരും ഈ പറഞ്ഞ പോലെ സംഭവം. ഞാൻ മാത്രമാണ് ഒന്നും ഇല്ലാതെ വന്നത്. ഇവിടെ ഫുൾ മിക്സിംഗ് ആണ് നടക്കുന്നത്. ഇതിപ്പോൾ പാണ്ടിപ്പട വൈബാണ്. നമ്മൾ ഫുൾ നോക്കി ഇവിടെ എല്ലാവരും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമാണ് ഒന്നും കൊണ്ടുവരായിരുന്നത്. എല്ലാവരും സ്പ്രൈറ്റിനകത്ത് റമ്മും വോഡ്കയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വണ്ടി വിട്ടിരിക്കുകയാണ്. ഈ വണ്ടിക്കകത്ത് ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവർക്കും എന്നെ ഹൈറ്റ് എന്നറിയാമോ? ഇത് രക്ഷയില്ലട്ടാ. അങ്ങനെ ഇത് ശരിക്കും എന്താണെന്നറിയോ, നമ്മളിവിടെ നിന്ന് ടൗണിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മൾ ട്യൂബിൽ കയറി തുഴഞ്ഞ് നമ്മൾ ടൗണിൽ ഇവിടെ എൻഡിങ് പോയിന്റിലെത്തും. ഇതിനിടയ്ക്ക് കുറേ സ്ഥലത്ത് ഇവർ നിർത്തും, DJ പാർട്ടി, അങ്ങനെ പല പല പരിപാടികളുണ്ടാവും. അതെ, വേറെ വണ്ടി കയറി. ഇത് എന്തോന്നടേ ഇത് കാലിത്തൊഴുത്തിൽ മറ്റേ ഇത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നോക്കി. ഇത് പൊളിച്ച് ഇത് കാണുമ്പോഴല്ലേ ഈ കന്നാലികളെ കൊണ്ടുപോകുന്ന ഫീല. കന്നാലികളെ ഇതേപോലെ കൊണ്ടുപോകത്തില്ലേ വണ്ടിയിൽ, അതേപോലെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നദിയുടെ തീരത്തേക്ക് പോവുകയാണ്. ഇത് കിട്ടുന്ന സ്ഥലമാണെന്നറിയത്, ഒരു രക്ഷയുള്ള സ്ഥലം. ഓഫ് റോഡ്. ഓ അമ്മ, ഒരു രക്ഷയില്ല, അടിപൊളി. ഇത് പൊളിച്ചു പോലെ. നമ്മൾ ഓൾറെഡി കുറേ ആൾക്കാരുണ്ട്. ഇത് തകർക്കും ഇന്ന്. ഫൈനലി നമ്മളിവിടെ തിരിക്കുകയാണ്. പിന്നെ എല്ലാ പശുക്കളെയും താഴെ ഇറക്കുന്നതായിരിക്കും. ഇവിടെ ഓൾറെഡി വൈബായി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓൾറെഡി 150 ആൾക്കാരുണ്ട്. എല്ലാം കൂടെ എനിക്കും 100-300 ആൾക്കാരുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ
എല്ലാവരും ഡ്രസ്സൊക്കെ ഊരി വണ്ടിക്കകത്ത് വെക്കുകയാണ്. എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും വണ്ടിക്കകത്ത് വെക്കാം. അപ്പോൾ ഞാനും എൻ്റെ ഉടുപ്പൂരി വണ്ടിക്കകത്ത് വെക്കാൻ പോകണം. ഇന്ന് ഫുൾ ടാൻ അടിച്ചൊരു പരിവാവും. ജസ്റ്റ് ദിസ്. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ ഐ ആം ഓൾറെഡി അടിപൊളി പറയാം. ഇന്ന് നമ്മൾ തകർക്കും. ഇവിടുത്തെ വൈബ് നമുക്ക് ഒരു രക്ഷയില്ല. അവിടെ ഫുൾ ഓൾറെഡി എല്ലാവരും കള്ളുടി തുടങ്ങിയിരിക്കുകയാണ്. ഇത് മൊത്തം കള്ളുടിയും ബാക്കിയുള്ള പരിപാടിയാണ് മൊത്തം. സോ എന്താ പറയുക, ഫുൾ വാണിംഗ് ഇട്ടിട്ടുള്ള പരിപാടിയായിരിക്കും എല്ലാം. ഇത് ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ആണ്, ഇങ്ങനത്തെ പരിപാടിയാണ് ഇത് മൊത്തം. അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഇവിടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇതൊക്കെ തന്നെ. അവിടെ ഡി ജെ ഉണ്ട്. ഇതിങ്ങനെ പല സ്ഥലത്തുണ്ടാവും ഡി ജെ പരിപാടികളൊക്കെ. ഇങ്ങനെ പല പല വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുക അവിടെ നിന്ന്. എല്ലാ പരിപാടികളും ഉണ്ട് മോനെ. ഇത് വേറെ ലെവൽ സ്ഥലം. എന്ത് ആക്ടിവിറ്റി അല്ലേ, അടിപൊളിയല്ലേ. ഞാൻ ഒരു ബിയർ വാങ്ങി. തൽക്കാലം ഇത് മതി, വേറെ ഒന്നും വേണ്ട. This is Sam. Hi Sam. Sam is from Israel. ഇസ്രായേലിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. I'll show you my YouTube channel. പിന്നല്ല, ഇവിടെ എന്തോ ഒരു ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരുണ്ടറിയാം. എനിക്കൊന്ന് എല്ലാവരും പേടിച്ച് യാത്ര ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് തകർക്കാം ഇന്ന്. റമ്മും കോക്കും, ഞാൻ ബിയർ. ഇതിപ്പോൾ എല്ലാവർക്കും ഒന്ന് ചാർജ് ആവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഡി ജെ ഉണ്ട്, ചാർജ് ആവുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടിപ്സി ടിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെയും ചാർജ് ആവും. അങ്ങനെയാണ് ഈ പരിപാടി പോകുന്നത്. ഏകദേശം ഒരു 150 പേരുണ്ട് ഇവിടെ. ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. പുള്ളി ഭയങ്കര ഡാൻസാ. You gonna be famous in India. That's gonna be fun. Yeah. Finally in Pai, I met some Indians. Yay! India. How's it, guys? Amazing. How's Pai? Pai is awesome fun. You must come. Yeah. ഇന്ത്യക്കാരെ കണ്ടില്ല എന്നുള്ള പരാതി തീർന്നു. ഞാൻ കണ്ടു ഇന്ത്യക്കാരെ 2 പേരെ. ഓ ഫൈനലി വി ആർ ഗോയിങ്. നമ്മളെ പോവാണ് സുഹൃത്തുക്കളെ. അടിപൊളി. എല്ലാവരും കൂടെ ഇപ്പോൾ റിവറിലേക്ക് തകർക്കാൻ വേണ്ടി പോവുകയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. കിടിലം വൈബ്. ഇത് വേറെ ലെവൽ. സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസുകാരും പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. നോക്കി എല്ലാവരും ട്യൂബൊക്കെ എടുത്തിട്ട് റിവറിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ആൾക്കാരെയൊക്കെ ട്യൂബിൽ കിടക്കുന്ന കണ്ടില്ല. നോക്കി, എൻ്റെ പൊന്നു, ഇത് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഇവൻ്റ്. എല്ലാവരും കള്ളും കുപ്പിയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഉണ്ട് ഒരു ബിയർ. അടിപൊളി മനെ. സോ യു ക്യാൻ ടേക്ക് യുവർ ഓൺ ട്യൂബ്. നമ്മുടെ ട്യൂബ് എടുത്തിട്ട് നമുക്ക് നേരെ വെള്ളത്തിലോട്ട് ചാടാം. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. 1.5 സാധനം കേട്ടോ ഇത്. ഇരിക്കണം. How we gonna sit in this? Are you excited? I'm very much excited. Let's go. Very much excited with the tube. This is my first time. I just came to Pai only for this, man. Is it? Oh, it's a good place. It's a very good place. I came only for this. Just wanted to experience this, how it is. This is really good. The place is amazing. It's amazing. It's amazing. It's amazing. എന്തായാലും ഫൈനലി എനിക്ക് 2 ഇന്ത്യക്കാരെ കൂട്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ട്യൂബ് എടുത്തിട്ട് I'm also going to get in. Keep everything safe. Keep everything safe in the pockets. Like your mobile phone especially. Like I didn't take my mobile phone. So mobile എടുക്കാൻ പാടില്ല. So I have all the things, other things with me. Hey guys, enjoy man, enjoy buddy. It's becoming very famous now. After COVID, the Pai is becoming very famous now. Yeah, we go. Come. Okay. Come on, let's go. Yeah, come on, let's go. Wait, get in the water. Woo! പൊന്നെ ഇത് ഭയങ്കര കാണുന്നത്. Initially, yes.
ഇത് പൊളിച്ച് Number 7. What are you? Who is putting water? No, no. What the fuck is this? വെള്ളമൊക്കെ തെറിപ്പിക്കുന്ന ആൾക്കാര് ഇത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇത് കിഴുവാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാം. ഇതിവരിങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ ഒഴുക്കി വിടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാരും കൂടെ ഒഴുക്കി വിടും. ഇത് വേറെ ലെവൽ സംഭവം. ഇതുപോലത്തെ ഒരു സംഭവം നിങ്ങൾ വേറെ എവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. Come to Pai guys, come to Pai. ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ, വെറുതെ അല്ല. നമ്മുടെ സേഫ്റ്റി നോക്കാനായിട്ട് ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പല സ്ഥലത്തായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. എല്ലാരും കള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. എല്ലാവരുടെയും കയ്യിൽ കുപ്പിയാണ്. പ്ലാസ്റ്റിക് കുപ്പി മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതിന് വലിയ ആഴമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആൾക്കാരിങ്ങനെ നടന്ന് വോളണ്ടിയർ ചെയ്യുന്നുണ്ട്. വോളണ്ടിയറിംഗ് അല്ല, അവർ ജോലിക്കാരാ. ഇതിങ്ങനെ കിടന്നുറങ്ങിയാ മതി. Wow, it's just amazing. How is it, guys? It is really amazing. എന്തൊക്കെ പരിപാടികളാണ് ടൂറിസം എന്ന് പറയുന്നത്. എത്ര ആൾക്കാർ, എത്ര പൈസ ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കുന്നത് നോക്കി. ഒരാളുടെയും 250 ബാത്ത് വെച്ചാണ് വാങ്ങിക്കുന്നത്. അതായത് ഏകദേശം 600 രൂപ എന്ന് വെച്ചിട്ട് എത്ര പേരുണ്ടെന്ന് അറിയാം ഇവിടെ. ഇതിങ്ങനെ പൊക്കോളും നോക്കിയേ. First time I'm experiencing something like this. Ayyo! I'm stuck. Ow. Oh, you okay? Yeah, I'm okay. I got stuck in between. Oh my god. That's nice. ഞാൻ ഇതിനിടയ്ക്ക് സ്റ്റക്കായി. ഇതെന്താ ഞാൻ ഇവിടെ സ്റ്റക്കായേ? ഞാൻ മാത്രം എന്താ ഇവിടെ സ്റ്റക്കായേ? ലെറ്റ് മീ ഗോ അതർ സൈഡ്. ഐ വാണ്ട് ഗോ വിത്ത് ദം. ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായി, പക്ഷെ ഞാൻ ഇടയ്ക്ക് ട്രാക്കിലെത്തി. ഇപ്പൊ ഓക്കെ ആയി. വെറുതെ കിടന്ന് ഉറങ്ങി കൊടുക്കാം. ഇതിവിടെ ഇങ്ങനെ പോയി ഇനി അടുത്ത സ്ഥലത്ത് നിർത്തും. അപ്പോൾ അവിടെയും DJയും പരിപാടികളും പാർട്ടിയും പരിപാടികളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വി വിൽ സ്റ്റോപ്പ് സംവെയർ. അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ നീണ്ടു പോകും. 4-5 കിലോമീറ്റർ ഉണ്ടാവും. കുറേ സമയം ഉണ്ടാവും. ഇത് ഉച്ചയ്ക്ക് 12:30 തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണി വരെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. ദൈവമേ, എന്തൊക്കെയോ അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. ആൾക്കാരൊക്കെ അതിനിടയ്ക്ക് വന്നത് എടുക്കുന്നത്. ഇവരൊക്കെ വോളണ്ടിയേഴ്സാണ്. ഇവരൊക്കെ അടങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. ഇത് വേറെ ലെവൽ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ കയറി ഇരുന്ന് കൊടുത്താൽ മാത്രം ഈ വേറെ ഒന്നും ചെയ്യണ്ട. ഓ സോറി. അതിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ വെള്ളത്തിൽ വീഴുന്നുണ്ട്. നോക്കി കണ്ടിരുന്ന വെള്ളത്തിൽ വീഴും. വെള്ളത്തിന് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വേറെ ഒന്നും ചെയ്യാനില്ല. ഇവരൊക്കെയാണ് നമ്മളെ വോളണ്ടിയേഴ്സാണ്. നീന്തി വരുന്നത് കണ്ടോ. അയ്യോ
അയ്യോ അയ്യോ അടവടക്കോ എനിക്ക് സൈഡിൽ പോണ്ട ഓ ഓ മൈ ഗോഡ് അയ്യോ ഓ നമ്മൾ സൈഡിൽ പോയപ്പോഴത്തേക്കിനും നമ്മളെ തിരിച്ച് തള്ളി പറഞ്ഞ് മാറ്റി വിട്ട് അടിപൊളി. എന്തായാലും ഇറ്റ്സ് സേഫ് ഗൈസ് ഒന്നും പറയാൻ ഇത്ര ആൾക്കാർ ചെയ്യുന്നതല്ലേ, ഇത് വേറെ ലെവൽ. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു KL to UK യാത്രയിൽ ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വിച്ച് ഐ എം എക്സ്പീരിയൻസിങ് സംതിങ് ലൈക്ക് ദിസ്. ഇറ്റ്സ് റിയലി അമേസിങ്. യു ഗൈസ് ഷുഡ് കം ആൻഡ് ഡു ഇറ്റ്. ആരൊക്കെ വെള്ളം നടത്തുന്നത്? ഈ ആൾക്കാർ ഇങ്ങനെ ഈ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നും അല്ല റിവറിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് കൈ പിടിച്ചിട്ട് ഞാനിങ്ങനെ തുഴഞ്ഞൊഴിഞ്ഞു പോവാം അല്ലേ, നമുക്കിങ്ങനെ തുഴഞ്ഞൊഴിഞ്ഞു പോവാം. ഞാനിങ്ങനെ നീന്തുകയാണ് സുഹൃത്തുക്കളെ. Where are you from? Chennai. I'm from Kerala. Oh, nice to meet you. ചെന്നൈയിൽ നിന്നുള്ള ഒരാളെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ. Alone? Are you traveling alone? Friends? Okay. Oh, wow. Oh, you're also from Israel? Okay, nice to meet you. എത്ര ആൾക്കാരെ പറയും, എനിക്കൊന്ന് ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ട്രാവൽ ചെയ്യാൻ തോന്നുന്നു, എല്ലാവരും പേടിച്ചിട്ട്. ഇത് കയാക്കിങ് ചെയ്യുന്ന പോലെ കേട്ടോ. ഓ മൈ ഗോഡ്, ഇത് രക്ഷയില്ലടാ. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നേക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കണം നിങ്ങൾ. ഇതിനാണ്ട് 20 ഭാഗത്തേ ഉള്ളൂ, 50 രൂപയ്ക്ക് കിട്ടും. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാവും. പായലേ വിടാ, പൂപ്പല്ലേ വിടാ, എന്നേക്കും വിടാ. ഓ അത് സ്റ്റക്കാവൂല, എല്ലാരും പൊക്കോളും, പേടിക്കണ്ട. Don't worry about it. Yeah. Hi. Oh yo. ഞാനിവിടെ വന്ന YouTube. Can I take it? Get us on the vlog. What's your YouTube? Oh fuck. I don't want to suck here. Oh my god. I don't want to suck here. Oh, he's stuck. I don't want to suck here. Video. Yeah. Shout out Blackburn. എനിക്കിവിടെ സക്കാവണ്ട. അയ്യോ അങ്ങോട്ട് പോ. അയ്യോ ഞാൻ അവിടെ നോക്കായി. താങ്ക് യു. ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. സോറി. നമ്മളവിടൊക്കെ എന്തോരം നദിയുണ്ടല്ലേ, ഇതുപോലെ എന്തൊക്കെ ചെയ്യാല്ലേ. എനിക്ക് എത്ര ആൾക്കാരാ നിന്ന്, എത്ര പേർക്കാ. ഞാൻ വീണ്ടും സ്റ്റക്കായി പോകും. എനിക്കാണ് സ്റ്റക്കായി. Oh, I'm going to start. Oh, come. Yeah. Yes. Casey! Ayyo! Sakai! Oh! സ്റ്റക്കായാലും നമ്മളെ രക്ഷിക്കാൻ ആൾക്കാരുണ്ട് ഗൈസ്. എന്റെ പൊന്നോ, ഇത് എവിടെ എത്തിയെന്നോ എന്തായിരുന്നോ ഒരു ഐഡിയ ഇല്ല. നമ്മളൊക്കെ ജസ്റ്റ് പോവാ. അത് നടക്കൂടെ ആൾക്കാർ നീന്തി പോകുന്നു.
അവൻ ഇവിടുത്തെ സ്റ്റാഫാ, അവൻ പോകുന്നുണ്ടോ അതൊക്കെ. ഇതിന് വലിയ ആഴമൊന്നുമില്ല, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഇത് ചെയ്യണം, അടിപൊളിയാ, സംഭവം പൊളിയാ, തകർക്കും. This is fun, man. I'm just enjoying it. Nice to meet you. Nice to meet you. Yeah. Are you traveling alone? Oh. Why are you traveling alone? It's okay. Goa's already down the road. Worst case scenario, I've got on my flight back to Goa. Okay. Okay. Nice. Enjoy, man. Enjoy. Enjoy it? You drinking enough? Yep. Oh, I don't want to suck. Oh my God. I don't want to suck people. കുറച്ച് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിക്കുന്നുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് പോകും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ്. ഇതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് കം ടു തായ്ലാൻഡ്, യു ഷുഡ് കം ടു പായ്. ഇറ്റ്സ് സംതിങ് റിയലി ഗുഡ്. ഒരു രക്ഷയില്ല. നോക്കിയേ, അയ്യോ പല ആൾക്കാരും പല വഴിക്ക് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത പെറ്റ് സ്റ്റോപ്പിനുള്ള സ്ഥലമായിരിക്കുകയാണ്. നമ്മളിവിടെ നിർത്താൻ പോവാണ്. ഓ എൻ്റെ പൊന്നെ. അപ്പോൾ ഇവിടെ എല്ലാവരെയും പിടിച്ച് കറക്കിയിട്ടുണ്ടായിരിക്കും. ഇവരെല്ലാവരും കറക്കി കയറിക്കോളാം. എണീറ്റോളാനാണ്, എണീക്കാനാണ് പറയുന്നത്. ആ രക്ഷയില്ലടോ. ഇവിടെ ഈ വന്ന ആൾക്കാരെല്ലാരും ഇവിടെ ഇറക്കിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ ഒന്ന് വീണു, ഒന്നും പറ്റിയില്ല, കുഴപ്പമില്ല. ഫൈനലി എൻ്റെ വിരലൊക്കെ മുറിഞ്ഞു, എവിടെയോ എന്തോ കൊണ്ട് വിരലൊക്കെ മുറിഞ്ഞു. ഇച്ചിരി കുറച്ച് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വോളിബോൾ കളിക്കാം, DJ ഉണ്ട്, പാർട്ടി ഉണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാ പരിപാടികളും ചെയ്യാം. ആ ഇത് വേറെ സ്ഥലം ഗൈസ്, ഒരു രക്ഷയില്ല. അയ്യോ നമ്മുടെ ചങ്ങായിമാരൊക്കെ അവിടെ, ഈ പുള്ളി നമുക്കറിയാം. Where is your train? Where is your train? അവ രക്ഷയിലാണോ? What you say? India, where in India? Kerala. Why? Team India. Okay. അപ്പോ അപ്പൊ ഇവിടെ വീണ്ടും പാർട്ടി വൈബ്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ. അപ്പൊ വീണ്ടും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കാം, കഴിക്കാം, എന്തുവേണം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വോളിബോൾ കളിക്കുകയാണ്. നമ്മുടെ ചങ്ങായിമാരെ ഇവിടെ വോളിബോൾ കളിക്കുകയാണ്. You gonna play? Oh, let's go. Yeah. Yeah, Oman. That's big. How much? Okay, thank you. അടിപൊളി. ഞാനൊരു ബിയർ വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി. എൻജോയ് ചെയ്യാം. പിന്നല്ല, എല്ലാവരും ഫണ്ണാ, ഒരു രക്ഷയില്ല. അടിപൊളി. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി 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 കളി. ഓ
സ്ഥലത്തേക്ക് ഇനിയും നമുക്ക് പോവും. അപ്പം അതിനിടയ്ക്ക് ഇവർ ഇൻ ബിറ്റ്വീൻ നിർത്തിയതാണ്. ഇവിടെ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇതുവരെ നമ്മൾ വന്ന ടിപ്സി ട്യൂബുകളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിന് ഈ ട്യൂബൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇതെല്ലാം ഇവിടെ സേഫായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ? എല്ലാം ഓർഗനൈസ്ഡ് ആണ്, അടിപൊളിയായിട്ട് ഓർഗനൈസ്ഡ് ആണ്. യെസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പോവാണ് അടുത്ത സ്ഥലത്തേക്ക്. It's gonna be fun. ഇവിടെല്ലാം ചെളിയാണല്ലോ. ചെളി 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 ചെളി. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലടോ. ഇത് വേറെ വൈബ്. ചെളി ചെളിക്കാതെ പോണ്ട് കാലൊക്കെ. എൻ്റെ ദൈവമേ, ഇത് രക്ഷയില്ലടാ. ഇവിടെ മൊത്തം ചെളിയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു മണിക്കൂറോളം അവിടെ നിർത്തി. ഇനി അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇതിൻ്റെ വലിയ ആഴമില്ല കേട്ടോ, ഇനി ആഴമില്ലാത്ത സ്ഥലത്തൂടെ പോകുന്നത്. എനിക്കറിയില്ല, നോക്കാം. അടിപൊളി. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ. ഇത് വേറെ വൈബ്. ഇനിയിപ്പോൾ നമ്മൾ വിട്ടു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെന്നറിയാം ഇവിടെ. ദിസ് ഇസ് ജസ്റ്റ് ഫൺ. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചെളിവെള്ളം അല്ലേ? നോക്കിയേ, മഴ പെയ്തിട്ട് ഇങ്ങനെ ചെളിവെള്ളം. പക്ഷെ വലിയ ആഴമൊന്നും ഇല്ലാത്ത വെള്ളമാണ്. അതാണ് ഇതിനൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ പൊക്കോളും, ഒരു രക്ഷയില്ല. അടിപൊളി. എന്തൊക്കെ പരിപാടിയല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പരിപാടിയിൽ എൻജോയ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. നിങ്ങളാണോ ഇതുപോലത്തെ പരിപാടി? അടിപൊളിയല്ലേ? ഓ മൈ ഗോഡ്. വെറുതെ ഇങ്ങനെ കിടന്നാൽ മതി, ഇങ്ങനെ കണ്ണുടച്ച് കിടന്നാൽ മതി. ഇതിങ്ങനെ പൊക്കോളും. അതിനിടയ്ക്ക് നമ്മുടെ കുണ്ടിയൊക്കെ അവിടെ എവിടെയൊക്കെ പോയി മുട്ടും. ഓ എൻ്റെ പൊന്നോ. ഓ എൻ്റെ അമ്മ. ഇരുന്ന് കൊടുത്താൽ മതി. വെറുതെ ഏതൊക്കെ വഴിക്കൂടാണോ പോകുന്നത് ഒരു ഐഡിയ ഇല്ല. സോറി. അയ്യോ, അവിടെ ഇവിടെയൊക്കെ പോയി ഞാൻ പേടിച്ചേ. എൻ്റെ പൊന്നോ, രക്ഷയില്ല. ഇത് എവിടെയാ വന്നേക്കുന്നേ? എവിടേക്കാണെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ പോവും, പറയാൻ പറ്റില്ല. അവിടെ കുറച്ച് ആൾക്കാർ സ്റ്റക്കായി. എൻ്റെ പൊന്നോ, കുറെ പേര് സ്റ്റക്കായി കിടക്കും. പക്ഷെ അവരെ തള്ളി വിടും. ഒന്നും പറയാനില്ല. എൻ്റെ അമ്മ എവിടെ ഒന്ന് സ്റ്റക്കാൻ പോവാണ്. അയ്യോ, ഞാൻ സ്റ്റക്കായി. പക്ഷെ എവിടെ ഗോ. അയ്യോ, എണീറ്റേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. സ്റ്റക്കായി. ഇവിടെ ആഴമില്ല ഗൈസ്. അയ്യോ എൻ്റെ ട്യൂബ്. അയ്യോ എൻ്റെ ട്യൂബ് പോയി. എവിടെ എൻ്റെ ട്യൂബ്? എൻ്റെ പൊന്നോ. അയ്യോ,
രക്ഷപ്പെട്ടേ. എൻ്റെ കൈയും കാലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞ്. ഇത് നമ്മുടെ കൊട്ടവഞ്ചി കറങ്ങുന്ന സോറി ഗായ്സ്, നമ്മുടെ കൊട്ടവഞ്ചി കറങ്ങുന്ന പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കറങ്ങി 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 കറങ്ങിയോ. എന്താ എവിടൊക്കെയാണോ ആൾക്കാർ പോകുന്നത്, രക്ഷയില്ല. ഇതൊരു വല്ലാത്ത വൈബാട്ടോ. ഹലോ യൂട്യൂബ്, ഹലോ യൂട്യൂബ്. അയ്യോ, ഞാൻ മാത്രമാണ് തോന്നുന്നു ഇന്നത്തെ വ്ളോഗർ, വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. It's on Instagram live. Yeah. Hello Instagram, how are you? Yeah, I'm good. This is YouTube. We're very good. This is YouTube. Oh, you're YouTube. Yeah, YouTube. Hello YouTube. Hello YouTube. Yeah, oh my God. രക്ഷയില്ലടോ, നമ്മളിവിടെ കിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടി കയറിപ്പോ. Oh my God. Oh no, I don't want to go this side. അയ്യോ, പക്ഷെ ആഴം. ഞാൻ കറങ്ങി 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 കറങ്ങി. I'm sorry. അയ്യോ, സൈഡിൽ പോലെ സൈഡിൽ പോലെ സൈഡിൽ പോലെ സൈഡിൽ പോലെ കറങ്ങി 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 കറങ്ങി. Oh my God. ഇത് ഒഴുക്കല്ലേ, ഒഴുക്കിനൊപ്പം പോണ്ടേ, വേറെ വഴിയില്ലല്ലോ. Oh my God. കല്ല്, എൻ്റെ ദൈവമേ, എന്തൊക്കെ പരിപാടികളാ നോക്ക്. പൊന്നോ, രക്ഷയില്ലടോ, ഇത് വേറെ വൈബ് സ്ഥലം, വേറെ വൈബ്. എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് പക്ഷേ ഇത് അടിപൊളിയാണ്. ചക്കായല്ലോ. ദൈവമേ, നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്യണം ഇത്. ടിപ്സി ട്യൂബിംഗ് ഇൻ പായ്. ദിസ് ഇസ് ഫൺ. ഐ ആം യൂട്യൂബ് ചാനൽ. Yeah, I'm vlogging. Oh, sorry. What's your YouTube name? My name is Tech Travel Eat. Tech Travel Eat. How do you spell the first word? Yep. Tag. Oh, I got stuck. Oh my God. വെള്ളത്തിന് ഒഴുക്കുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ഇങ്ങനെ പോയിക്കോളൂ. ഇതെവിടാ സ്ഥലം? ഏതോ അടുത്ത പാർട്ടി സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. ഓ പൊന്നോ, ഫുൾ ട്രാഫിക് ജാം, ഫുൾ ട്രാഫിക് ജാം. I'm good, I'm good, I'm good. Oh my God. I'm sorry. നമ്മുടെ കാലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ആൾക്കാരുടെ ദേഹത്തൊക്കെ കൊള്ളും. പക്ഷെ കുഴപ്പമില്ല. എൻ്റെ പൊന്നോ. Oh, I think I don't want to get stuck. I don't want to get stuck. I don't want to get stuck. Oh, I'm getting stuck. Oh, yeah, stuck. എനിക്ക് സ്റ്റക്കാവുണ്ട്. നമ്മൾ എന്ത് കൈ കൊണ്ടൊന്ന് ആഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാവാതെ പോകാൻ പറ്റും. എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉള്ളതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തോ ഒരു ആൾക്കാരല്ലേ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്.
യെസ്, അപ്പം അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓൾമോസ്റ്റ് വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ് നെക്സ്റ്റ് പ്ലേസ്. എൻ്റെ പൊന്നോ, ഇറങ്ങേണ്ട സ്ഥലത്തെല്ലാം ഭയങ്കര ചെളിയാട്ടോ. പക്ഷേ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടോ. കിടുന്ന സ്ഥലം. എന്തൊക്കെ പരിപാടി. ഇവിടെ എന്താ പരിപാടി? ഇനി ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ലക്ഷി ഇതാ കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ, ഇനിയുണ്ട്. എല്ലാവരും അടിച്ച് കിണ്ടിയ. പൊന്നേ, കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, അങ്ങനെ നമ്മൾ അടുത്ത പെറ്റ് ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവര് നിർത്തുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ വാഷ്റൂമും അതേപോലെ തന്നെ ബാറും സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയേ. നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെയും ഉണ്ട് കളിക്കാനുള്ള സ്ഥലം. കളിക്കണമെങ്കിൽ കളിക്കാം, കുടിക്കണമെങ്കിൽ കുടിക്കാം. പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് വണ്ടി എടുത്ത് പോകണമെങ്കിൽ പോവാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ വൈബാണ്. അപ്പം എല്ലാവരും വീണ്ടും കളിയിലേക്ക് മുഴുകിയിരിക്കുകയാണ്. ഇവിടെ എന്താ ഫോം പാർട്ടിയാണോ? അടിപൊളി. നദിക്കരയിൽ ഫോം പാർട്ടി.
അപ്പോൾ ഞാൻ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. എൻ്റെ അമ്മോ ഇതെന്താ ക്യാമറയിൽ ക്യൂ ആയി, എൻ്റെ ക്യാമറയൊക്കെ ഫുൾ ചീത്തയായി ഗൈസ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ റൂം. എൻ്റെ പൊന്നെ എന്തോന്ന് വൈബടെ ഇത്, ഒരു രക്ഷയില്ല. എൻ്റെ ഈ വാട്ടർ പ്രൂഫ് കവറൊക്കെ വെറുതെ ആയിപ്പോയി, ഇതിനകത്തുള്ള പൈസയൊക്കെ നനഞ്ഞു പോയി. ഹോ, ഇത് ഈ പാർട്ടി രാത്രിയിലൊരു 8-9 മണിയൊക്കെ നീളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു നാടിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ അവർ ആ സംഭവം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അവിടെ അത്രയും ആൾക്കാർ കള്ളുടിക്കുന്നുണ്ട്, അത്രയും ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അത്രയും വോളണ്ടിയേഴ്സ്, സ്റ്റാഫ് അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. റിയലി ഗുഡ് അല്ലേ? സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും. ദേ ആർ ഡൂയിങ് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് മതിയായി, എനിക്ക് ഓഫായി. ഞാൻ ആക്ച്വലി ഓഫായി. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശന്നിട്ട് വേഗം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 6 മണി എന്തോ ആയി. എനിക്ക് ശരിക്കും വിശക്കുന്നു. ഐ ഷുഡ് ഗോ ബാക്ക്. ശരിക്കും ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പൈയിലേക്ക് വന്നത്. അത് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വെറൈറ്റി അല്ലേ? ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ക്ലബ്ബുകളാണ്. ഇതൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കിനും ഫുള്ള് ഓണാവുന്ന സംഭവങ്ങളാണ്. എനിക്ക് എൻ്റെ മോനെ നടന്ന് അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് സ്ട്രീറ്റും ബാക്കിയുള്ള സംഭവം. അയ്യോ എൻ്റെ കുപ്പി അയ്യോ എൻ്റെ കുപ്പി. ഫുഡ് സ്ട്രീറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ ഓണായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കെബാബൊക്കെ ഇഷ്ടംപോലുണ്ടല്ലോ. ഇന്നലെ കഴിച്ചാണ് കെബാബ്. ഇന്ന് വേണ്ട. ഇന്ന് ഐ വിൽ ഈറ്റ് സം Thai food. Finally I'm back to my hotel. ചാവിക്കോട്ട് കൊടുത്തിട്ടേ. So let's get it and go to the room. ഇത് ഫ്രഷ് ആവണം. Finally back to my room. Yes. My room is ready. എല്ലാം അടിപൊളിയാക്കി കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എണീറ്റ് ഇങ്ങനെ പൂളിൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ ഇന്നലെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇന്നലെ ഇറ്റ് വാസ് റിയലി ഫൺ. കുറേ ഇഞ്ചുറീസ് ഉണ്ടായി. എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞു, പിന്നെ എൻ്റെ കാൽമുട്ട് മുറിഞ്ഞു. എനിക്കിവിടെ എവിടെയോ കൊണ്ടിട്ട് ഭയങ്കര പെയിനാണ്. പിന്നെ ഇവിടെ എവിടെയോ എന്തോ ഒരഞ്ഞ്, അങ്ങനെ കുറേ സ്ഥലത്ത് ഒരഞ്ഞും ഇടിച്ചും ചതച്ചും ഒക്കെ ആയിട്ട് ആകെ ശരീരമൊക്കെ മൊത്തത്തിൽ ഒലഞ്ഞ് വേദനയെടുത്ത് പണ്ടാരടങ്ങിയിരിക്കാം, പറയാൻ വയ്യ. പക്ഷെ അടിപൊളി പരിപാടിയായിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? പിന്നെ വേറെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, ഞാൻ നാളെ പറയാം. അപ്പോൾ നാളെ നമ്മൾ ഇവിടേക്ക് പോവാണ്, ചിയാങ്മായിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ചിയാങ്റായിലേക്ക് പോവും. നമ്മുടെ അപകടമുണ്ടായ കേവ് കാണണ്ടേ, തായ് കേവ്, ദുരന്തമുണ്ടായ കുട്ടികളകപ്പെട്ട ആ കേവ് കാണണ്ടേ. ആ കുട്ടികൾ അകപ്പെട്ടത് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസങ്ങളല്ലേ, ഈ ദിവസങ്ങളിലാണ് ആ അപകടം ഉണ്ടായത്. അത് ഞാൻ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. തായ് 23 ജൂൺ മുതൽ 10 ജൂലൈ വരെ 18 ദിവസം 2018. അതായത് നമ്മളിപ്പോൾ ഈ സമയം അപ്പം ഇപ്പോൾ കേവ് ഓപ്പൺ ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അവിടെ പോകണം, എനിക്ക് അവിടെ പോകണം. ഒട്ടേറെ കഥകൾ പറയാനുണ്ട് ആ ഒരു ഗുഹയ്ക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് ചിയാങ്മായി പോകും, അവിടെ നിന്ന് ചിയാങ്റായി പോകും. നല്ല യാത്രയുണ്ട്. എന്തായാലും ഒരു വഴിക്ക് വന്നതല്ലേ, അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാം. തായ്ലൻഡിൻ്റെ കാണാൻ കാഴ്ചകളും തായ്ലൻഡിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. അപ്പോൾ ദിസ് ഈസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ്. ബൈ.